നാട്ടിൽ പൂരാണ്. സമയം ഏകദേശം ഒരു 8-8:30 കഴിക്കണം. അപ്പം മഴയായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ കളിയൊക്കെ പാടെ കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകി, പിന്നെ മഴ ചെയ്തു. മഴയത്ത് ഇങ്ങനെ കഴിഞ്ഞു. അതൊക്കെ തോർന്നിങ്ങനെ നിന്നു. എന്നാലും പരിപാടിക്ക് പോവാം. എന്നാൽ നീ ആയിട്ട് ഓരോന്നിങ്ങനെ കാണിച്ചു തരായിക്കോട്ടെ. ഷാരാസാപ്പ കുക്ക് ചെയ്യാൻ നിന്നു. ഷാരാസാപ്പ കുക്ക് ചെയ്യാൻ നിന്നു. ഇല്ലേ കുക്കരും പോയി. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള കച്ചവടക്കാർ ഇപ്പം തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ മഴ ആയതുകൊണ്ട് എല്ലാവരും ഈ നേരത്താണ് ഇറങ്ങിയിട്ടുള്ളത്. കണ്ടോ, ബ്ലോക്ക് കണ്ടില്ലേ? എന്താ ബ്ലോക്ക്! വണ്ടികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കാറുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇതിൻ്റെ അടയാളം റോഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കാണാം, വള്ളങ്ങൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് കാണുന്ന വ്യൂ ഏകദേശം ഇത് ഇങ്ങനെയാണ്. എൻട്രൻസിൻ്റെ അപ്പം ഇട്ടുതരാം. എൻട്രൻസിൻ്റെ ഇതുപോലെയാണ്. ക്യാമറ ക്ലിയർ ഉണ്ടാവില്ല. സാധാ ആൻഡ്രോയിഡില്ല. ഇതാ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ജലദോഷത്തോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണേ. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അമ്പലമൊക്കെ ലൈറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ഒരു സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. കറക്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ളത് ഇതുപോലെയാണ്. ഇത്രയ്ക്കുള്ള ക്യാമറയിൽ കിട്ടുന്നത്. എവിടെ തിരിഞ്ഞാലും ചെറു ചെറു കടകളാണ് ഉള്ളത്. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. 2 സെക്ഷനായിട്ട് കടകൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സെക്ഷനാണിത്. അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതുപോലെ കാണിച്ചു തരില്ല, കുറച്ച് കടകളായിട്ട് കാണിച്ചു തരാം. കാരണം അവിടെ ഫുള്ള് അലുവ, പൊരി അങ്ങനെയുള്ള കടകളാണ്. ഇവിടെയാണ് വെറൈറ്റി കടകളുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ 2 ഇതായിട്ടാണ് കാണിച്ചത്. അതാണ് ഞാനിങ്ങനെ കാണിക്കാൻ കാരണം. പിന്നെ സൗണ്ട് കട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നിൽ തന്നെയാണ് ഗാനമേള നടക്കുന്നതും. അപ്പോൾ ഗാനമേളയുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് അടിക്കാൻ നല്ല സാധ്യതയുണ്ട്. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് കരുതി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വേറൊന്നും കരുതൊന്നും വേണ്ട. മഴ പെയ്ത് തോർന്നത് കൊണ്ടാണ് നിലം ഇങ്ങനെ കാണുന്നത്. സാധാരണ ഇങ്ങനെയൊന്നുമല്ല. ഇതൊരു ഗ്രൗണ്ടാണ്. ഫുട്ബോൾ കളിക്കുന്ന നല്ല ഗ്രൗണ്ടാണ്. കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ നടന്ന് ഇങ്ങനെ ചളി വന്നതും ഫുള്ള് ചളിവെള്ളമായിട്ട് ഇങ്ങനെ നടക്കുന്നതും വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മഴ കുറേ ചതിച്ചു. ആൾക്കാർ കുറവാണ് ഈ നേരത്ത്. കാരണം എന്താ വെച്ചാൽ ഒക്കെ ഗാനമേളയുടെ അവിടെയാണ്. ഈ ഭാഗത്താണ് ആൾക്കാർ കുറവ്. ഗാനമേളയുടെ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആൾക്കാരെ കാണിച്ചു തരാം. ഇത് മറ്റു ഭാഗത്ത് കുറച്ച് കടയാണ്. ഇത് കളിപ്പാട്ടക്കട, കമ്മൽ കട, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ പാനിപ്പൂരിയുടെ കട. ഇത് എന്താണെന്ന് വെച്ചാൽ കൈ നോക്കില്ലേ, കൈ നോക്കി രേഖ നോക്കി ഓരോന്ന് പറയില്ലേ, അതാണ് സംഭവം. അതിന് പൈസക്ക് തർക്കിക്കുകയാണ്. ഇതിലും ഞാൻ സൗണ്ട് കൊടുക്കാതിരിക്കാൻ കാരണം മ്യൂസിക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ആക്കിക്കണേ. പിന്നെ ഇത് പൊരി വിൽക്കുന്ന ആൾ, അങ്ങനെ കുറേ. ഇത് കോഴിക്കോടൻ ഹലുവ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പൊരി ഹലുവ അങ്ങനെ കിട്ടുന്നത്. ഇത് ഫുള്ള് ഈ സൈഡ് ഫുള്ള് ഏകദേശം അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് വല്ലാണ്ട് അങ്ങനെ എടുക്കാത്തത്. പിന്നെ നമുക്കിഷ്ടമുള്ള ബലൂണ് 50 രൂപ എന്തോന്ന് തോന്നുന്നതിന്. 2-3 പേരുണ്ട് ഇവിടെ. ഇവിടെ അടുത്ത് തന്നെ ഒരാൾ, തൊട്ടപ്പുറത്ത് ഒരാൾ, അതിനപ്പുറത്ത് വേറൊരാൾ. ഇത് കണ്ടോ, മഴ പെയ്തിട്ടുള്ള കോലാണ്. ഫുള്ള് ചെളിവെള്ളം. പോലീസൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. ഇത് ഗാനങ്ങളുടെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഞാൻ ലോങ്ങിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അത്രത്തോളം ജനങ്ങൾ അവിടെ ആടിത്തിമിർക്കുകയാണല്ലോ. കണ്ടോ, എത്രയോ ലോങ്ങാണ് ഇതൊക്കെ കാരണം അതാണ്. പിന്നെ ലൈറ്റ് കുറച്ചിട്ടുള്ളത് എന്നാലുള്ളൂ കാണാം. അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയാണ് ഇതിൻ്റെ, മനസ്സിലാക്കണം. എത്രയോ ലോങ്ങിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളതെന്ന്. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ആ തലക്കാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അത്രയും ലോങ്ങിൽ നിന്നാണ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഗ്യാപ്പില്ല, അതാണ്. ഞാനും അലുവയും കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി. കളിപ്പാട്ടം എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. പിന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ മോശമാണ്. 1.5 മണിക്കൂറൊക്കെ പൂരപ്പറമ്പിൽ നിന്നാൽ പോരെ. 1.5 മണിക്കൂർ നിന്നു. ഏകദേശം ഒരു 10-10:30 ആവാൻ നേരത്ത് ഞാൻ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ വിശേഷിച്ചൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോവുക, അവിടുന്ന് പോയി കടന്നുറങ്ങുക എഡിറ്റ് ചെയ്തും കണ്ട്. പെരിക്കെത്തി. ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ കൊണ്ട് വരാം. ശരി എന്നാ.